കോഴിക്കോട്ട് ഐഷ റഷ്യയുടെ മരണത്തിന്റെ വാർത്തയിലേക്കാണ്. ഗത്യന്തരമില്ലാതെ അവൾക്ക് മടങ്ങേണ്ടി വന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് ബഷീറുദ്ദീൻ റിമാൻഡിൽ. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. ബഷീറുദ്ദീൻ പെൺകുട്ടിയെ മാനസികമായി തകർത്തിരുന്നുവെന്ന വാട്സാപ്പ് സന്ദേശം, ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും പോലീസിന് മൊഴി നൽകി. എന്റെ മരണത്തിന് കാരണം നീ മാത്രമെന്ന് കാണിച്ച ബഷീറുദ്ദീൻ അയച്ച സന്ദേശവും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 8:30-ക്കാണ് അത്തോളി സ്വദേശിയായ 21-കാരി ഐസ റഷ ആത്മഹത്യ ചെയ്തത്. കണ്ണാടിക്കൽ സ്വദേശി ബഷീറുദ്ദീന്റെ വാടക വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. ആത്മഹത്യയിൽ ബഷീറുദ്ദീന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് ഏതാനും സമയം മുൻപ് ബഷീറുദ്ദീന് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു, വിളിക്കുകയും ചെയ്തു. ഈ വാട്സാപ്പ് സന്ദേശത്തിൽ താൻ മരിക്കാൻ പോവുകയാണെന്ന് കൃത്യമായ സൂചനകൾ പെൺകുട്ടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, തന്നെ മാനസികമായി തകർത്തുവെന്നും നിന്റെ വീട്ടിൽ വെച്ച് ഞാൻ ഇല്ലാതാകുമെന്നും നീ ഒരുത്തൻ കാരണമാണ് താൻ മരിക്കുന്നതെന്നും ഈ വാട്സാപ്പ് സന്ദേശത്തിലുണ്ടായിരുന്നു. സന്ദേശം ലഭിച്ചിട്ടും മരണം തടയാനായി പ്രതി ഒന്നും ചെയ്തില്ല. പ്രതി ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ കൊണ്ട് കാൽമുട്ടുകൾ കടിക്കുകയും ഫോൺ ചാർജറിന്റെ കേബിൾ കൊണ്ട് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മൊഴിയുണ്ട്. ഈ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം നടക്കാവ് പോലീസ് ചുമത്തിയത്. പ്രതിയുടെ 2 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 24 കോഴിക്കോട്.